أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിലെ 9, 10, 11, 12 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. അം ഹസിബത, താങ്കൾ കരുതിയിട്ടുണ്ടോ, താങ്കൾ വിചാരിച്ചിട്ടുണ്ടോ? അന്ന അസ്ഹാബൽ കഹ്ഫി, തീർച്ചയായും കഹ്ഫിൻ്റെ ആളുകൾ അഥവാ ഗുഹാവാസികൾ, റഖീമി, റഖീമിൻ്റെ ആളുകളും, കാനു, അവരായിരുന്നു, മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിലെ, അജബ, ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളത് എന്ന്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും അത്ഭുതമുള്ള കാര്യം ഇവരുടേതായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് അവൽ ഫിത്തിയത്തു, ആ യുവാക്കൾ അഭയം പ്രാപിച്ചപ്പോൾ, ഇത് അവൽ ഫിത്തിയത്തു, ആ യുവാക്കൾ അഭയം പ്രാപിച്ചപ്പോൾ, ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക്, ഇലൽ കഹ്ഫി, ആ ഗുഹയിലേക്ക്. ഫഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന, ഞങ്ങൾക്ക് നീ നൽകണം, മിൻ ലദുൻക, നിൻ്റെ അടുക്കൽ നിന്ന്, റഹ്മ, റഹ്മത്ത്, കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണം. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നിൻ്റെ അടുക്കൽ നിന്ന് കാരുണ്യം നൽകണം. വഹയ്യ ലന, അതേപോലെ തന്നെ ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരികയും വേണം. വഹയ്യ ലന, ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരികയും വേണം. മിൻ അംരിന, ഞങ്ങളുടെ കാര്യത്തിൽ, റുഷ്ദ, ഏറ്റവും നല്ല ഒരു വഴി അഥവാ നല്ലൊരു മാർഗം ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരികയും വേണം. ഫളറബ്ന അല ആദാനിഹിം, അങ്ങനെ അവരെ ചെവികൾ നാം മൂടിക്കെട്ടി, അല്ലെങ്കിൽ അവരുടെ ചെവികൾ നാം അടച്ചു. ഫിൽ കഹ്ഫി, ആ ഗുഹയിൽ വെച്ച്. സിനീന അദദ, ഒരുപാട് കാലം, ഒരുപാട് കൊല്ലങ്ങൾ നാം അവരുടെ ചെവി ആ ഗുഹയിൽ വെച്ച് അടച്ചു കളഞ്ഞു. ഫളറബ്ന അല ആദാനിഹിം, ഫിൽ കഹ്ഫി സിനീന അദദ സുമ്മ ബഅസ്നാഹും, പിന്നെ നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നാം അവരെ എഴുന്നേൽപ്പിച്ചു. ലിനഅലമ, നമുക്ക് അറിയാൻ വേണ്ടി, അയ്യുൽ ഹിസ്ബൈൻ, അയ്യുൽ ഹിസ്ബൈനി, ഏത് വിഭാഗമാണ്, രണ്ട് വിഭാഗത്തിൽ ഏത് ആളുകൾക്കാണ്, അഹ്സ്വാ, ഏറ്റവും നന്നായി അറിയുന്നവർ, ലിമാ ലബിസു, അവർ ജീവിച്ചതിനെ സംബന്ധിച്ച്, അമദ, ആ കാലഘട്ടം, അഥവാ അവർ ഗുഹയിൽ താമസിച്ച കാലം ഏറ്റവും കൃത്യമായി അറിയുന്നത് ഇരു കക്ഷികളിൽ ആരാണ് എന്ന് അവർക്ക് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി.
മക്കയിലെ ജനങ്ങൾക്ക് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹാവാസികളുടെ കഥ കേൾക്കാനിടയായി. അപ്പോൾ അവരത് വളരെ വലിയ കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവതരിപ്പിച്ചു. നീ റസൂലാണെങ്കിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറ, അത്ര വലിയ അത്ഭുതം നിനക്കറിയോ എന്ന് ചോദിച്ചുകൊണ്ട്. ആദ്യമേ വിശുദ്ധ ഖുർആൻ പറയുന്നത് അം ഹസീബത്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ റഖീം, ഈ അസ്ഹാബുൽ കഹ്ഫി വർ റഖീമുമൊക്കെ അതിൻ്റെ ആളുകൾ കാനൂമിൻ ആയാത്തിന അജബ, നമ്മുടെ ആയത്തുകളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും അത്ഭുതം ഇവരുടെ കാര്യത്തിലാണ് എന്ന് നീ ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ ക്രൂരനായ ഒരു രാജാവിൻ്റെ കാലത്ത് ഇസ്ലാമിൽ അന്നത്തെ കാലത്തുള്ള പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തിന് അത് തീരെ പിടിച്ചില്ല. രാജാവിന് അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ഒരുങ്ങി. അവസാനം ഈ ആളുകൾ ഒരു ഗുഹയിൽ അഭയം തേടുകയാണ്. ഈ റഖീം എന്ന് പറയുന്നത് ആ ഗുഹാവാസികളുടെ പേരായിരുന്നുവെന്നും അഥവാ അവരുടെ കുടുംബ പേരായിരുന്നുവെന്നും അതല്ല, അവരുടെ പേരുകൾ രേഖപ്പെടുത്താൻ എടുത്തിട്ടുള്ള ഒരു ഈയത്തകിടുണ്ടായിരുന്നു. ആ തകിടിൽ അവരുടെ മുഴുവൻ പേരുകളും രേഖപ്പെടുത്തിയിരുന്നു. ആ ഈയത്തകിടിൻ്റെ പേരാണിതെന്നും അതല്ല, ഒരു ബോർഡ് വെച്ചിരുന്നു, ആ ബോർഡിൻ്റെ പേരാണിതെന്നുമൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതല്ല, അവർ ഗോത്രപ്പേരാണ് എന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഗോത്രവാസികൾ, ഗോത്രത്തിലുള്ള ആളുകൾ, റഖീം നിവാസികൾ, അവർ ആ ഗുഹയിലേക്ക് വന്നത് വലിയ ഒരു അത്ഭുതമായിട്ട് താൻ കാണേണ്ടതില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആകാശത്ത് ഇഷ്ടം പോലെ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഗോളങ്ങൾ തമ്മിൽ കൂട്ടിപ്പെട്ടാത്ത രൂപത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് മനുഷ്യനും അല്ലാത്തവരുമായ ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കരയിലും കടലിലുമായി ജീവജാലങ്ങൾ അനവധിയുണ്ട്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീറ്റിപ്പോറ്റാണ്. ഇതിനേക്കാൾ വലിയ ഒരു അത്ഭുതമൊന്നും ഈ കാര്യത്തിലില്ല. കാരണം ഈ ഗുഹാവാസികൾ എന്ന് പറയുന്നത് 300ഓളം വർഷങ്ങൾ, അല്ലെങ്കിൽ 300-ലധികം വർഷങ്ങൾ ഗുഹയിൽ കഴിഞ്ഞുകൂടി അവസാനം ജീവനോടെ തന്നെ അവർ തിരിച്ചു വരുന്ന ഒരു കാഴ്ച, അത് മറ്റുള്ളവർ പറയുമ്പോൾ വളരെ വലിയ ഒരു കാര്യമായിട്ട് തോന്നും. ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫി, ഈ യുവാക്കൾ ഈ ഗുഹയിലേക്ക് കയറിയിട്ട് ഫഖാലു, എന്നിട്ട് അവർ പറയാണ് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിനാ മിൻ ലദുൻക റഹ്മ, നിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് തരണം, നിൻ്റെ അടുക്കൽ നിന്ന് കാരുണ്യം വേണം. വ ഹയ്യി ലനാ മിൻ അംരിനാ റശദ, ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരികയും വേണം, ഞങ്ങൾക്ക് നല്ലൊരു വഴി നീ നിശ്ചയിച്ച് തരികയും വേണം എന്നാണ് അവർ അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അത് പ്രകാരം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയിൽ തന്നെ നീണ്ട ഒരു കാലം അവിടെ കിടത്തി ഉറക്കുകയാണ് ചെയ്തത്. അത് ഇങ്ങനെ തന്നെ ലറബ്ന അല ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന ആതത, വർഷങ്ങളോളം അവരുടെ ചെവികൾ നാം അടച്ചു കളഞ്ഞു. ചെവി അടച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഉറക്കം അവർക്ക് മരിച്ച രൂപത്തിൽ അങ്ങ് ഉറക്കുകയാണ് ചെയ്തത്. ഗാഠമായ നിദ്ര അവരെ പിടികൂടുകയാണ് ചെയ്തത്. ആ സമയത്ത് അവരുടെ നാട്ടുകളിൽ 100-300ഓളം വർഷങ്ങൾക്ക് മുന്നിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല ആളുകളും ഭരണകർത്താക്കന്മാരായി വന്നിട്ടുണ്ട്. നാട്ടുകാരായ പലരും മരണപ്പെട്ടിട്ട് അവരുടെ മക്കളുടെ മക്കളും ഒക്കെ മരണപ്പെട്ട് അതിൻ്റെയൊക്കെ ശേഷമുള്ള 3-4 തലമുറകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ആളുകളാണ് പിന്നീട് അവിടെ അധിവസിക്കുന്നത്. അവർക്ക് തന്നെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആ നാട്ടുകാർ നന്നായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ആ നാട്ടിൽ മൊത്തം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. തുമ്പ ബാഴസനാവും. അങ്ങനെ 300ഓളം വർഷങ്ങൾ അവരെ കിടത്തി ഉറക്കിയ ശേഷം നാം അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. ലിനഅലമ, നമുക്കറിയാൻ വേണ്ടിയിട്ട്, അയ്യുൽ ഹിസ്ബൈനി, ഈ രണ്ട് പാർട്ടികളിൽ, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഈ വിഭാഗങ്ങളിൽ അഹ്സ്വ, ഏറ്റവും നന്നായി അറിയുന്നവരാരാണ്? ലിമാ ലബിസു അമദ, അവർ ജീവിച്ച കാലഘട്ടത്തെ സംബന്ധിച്ച്, അവർ എത്ര കാലമാണ് ജീവിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, എത്ര കാലമാണെന്ന് കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ജീവിപ്പിച്ച് പറഞ്ഞയച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ആയത്തുകളിലായിട്ട് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു ചെയ്തിട്ടുള്ള അനവധി കാര്യങ്ങളിൽ, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളിൽ
ഒന്ന് മാത്രമാണ് ഈ പറഞ്ഞ 300 വർഷം ഈ ആളുകളെ ഉറക്കിയെന്ന് പറയുന്നത്. ആ നാട്ടുകാർക്ക് അവർ ഉറങ്ങിയതാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അന്നത്തെ ആ സമയത്ത് യാതൊരു ഓർമ്മയില്ല. അവരതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതുമില്ല, എങ്ങോട്ടാണ് പോയതെന്നും അറിയുന്നില്ല. പക്ഷേ ഗുഹയുടെ മുമ്പിൽ ഈ ആളുകളുടെ പേരെഴുതിയ ബോർഡുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ പേരൊക്കെ എഴുതിയ ശേഷം അവർ ആ ഗുഹയിലേക്ക് കടന്നതാണ്. അള്ളാഹുവിനോട് അവർ രക്ഷ തേടുകയും ചെയ്തു, സഹായം തേടുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.